ആദ്യയുടെ നേടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ല മഴക്കാലമൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. ആദർശ് നയനയുള്ള പ്രണയം തന്നെ നല്ല കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നയനയുടെ മനസ്സിലാണെങ്കിൽ ആദർശ് തന്നെ പറ്റിക്കുകയാണ്. ഇപ്പോഴും മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കുകയാണെന്ന് കരുതുന്നുണ്ട്. എന്നാൽ ആദ്യക്ക് നയനയുടെ യഥാർത്ഥമായിട്ടുള്ള പ്രണയം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. നയനയെ ഓഫീസിൽ ചെന്നിട്ട് നയനയുടെ ഫോട്ടോയൊക്കെ നോക്കി നയനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കാണിക്കുന്നത് മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ നയനയ്ക്ക് ആഗ്രഹമുള്ള സാധനമെല്ലാം മേടിച്ചു കൊടുക്കുകയും രാത്രിയിൽ നയനേനെ ബീഡാക്കടയിൽ കൊണ്ടുപോയി ബീഡ മേടിച്ച് കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ആദർശ് നയനയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് വെച്ച് നയന ഒന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ. നയനയ്ക്കാണെങ്കിലും ആദർശോട് ഭയങ്കര സ്നേഹമാണ്. അതൊന്നും നയനയും പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദർശ് രാവിലെ ഓഫീസിൽ പോയിട്ട് നയനെ ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നയനെ ഹോൺ എടുത്തിട്ട് എന്താ ആദർശിട്ടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടോ, തൻ്റെ സൗണ്ട് കേൾക്കാൻ വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. നയനെ മനസ്സിലാക്കിയാണ്, ഓഹോ മുത്തശ്ശൻ കേൾക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ കൃത്യസമയത്ത് മുത്തശ്ശൻ നയനയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നയന മുത്തശ്ശനോട് ഉണ്ടെന്ന് പറയുകയാണ്. ആണോ, മുത്തശ്ശൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന കരുതാണ്, മുത്തശ്ശനെ കേൾപ്പിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ കരുതുന്നു. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചു ആദർശിട്ടാന്ന് പറയാണ്. എന്നാൽ ശരി ഞാൻ ഫോൺ കട്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട് കേട്ടോ. നയന പറയാണ്, മുത്തശ്ശനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദർശൻ്റെ ഇപ്പം എന്നെ വിളിച്ചിട്ട് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മുത്തശ്ശൻ പറയണം, അല്ല മോളെ അവന് ശരിക്കും ഇഷ്ടം കാണും, പക്ഷെ തുറന്നു പറയാൻ അവന് മടിയായതുകൊണ്ടാന്നൊക്കെ പറയാണ്. എന്തായാലും ആദർശൻ്റെ മനസ്സിൽ ഞാനില്ല മുത്തശ്ശ, എനിക്കത് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് കയറി പോന്നു. മുത്തശ്ശൻ അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഓഫീസിൽ വെച്ച് നയനയുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ സൗന്ദര്യത്തിൽ വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ആദർശ് സ്വന്തമായിട്ട് തന്നെ, നയന നീ ആക്സിഡൻ്റിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെങ്കിലും അത് തന്നെയായിരുന്നു നേരായ വഴി. അതല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയായ നവ്യ എൻ്റെ തലയിലായേനെ. ഇപ്പം അഭി ഇടുന്ന് അനുഭവിക്കുന്നത് പോലെ ഞാനും അനുഭവിക്കേണ്ടി വന്നേനെ എന്നൊക്കെ പറയണം. നിന്നെപ്പോലെ മനസ്സിൽ നന്മയും കഴിവും ഉള്ള ഒരാളെ കിട്ടാൻ പുണ്യം ചെയ്യണം, ആ പുണ്യം ചെയ്തവനാണ് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് നിന്നെ സ്വീകരിക്കുന്നത് പോലെ കാണിക്കാൻ കഴിയില്ല. പക്ഷെ മുത്തശ്ശന് വേണ്ടിയിട്ട് എനിക്ക് ഈ അഭിനയം തുടർന്നേ മതിയാവൂ എന്നും ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്നും ആദർശ് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായിരിക്കും കേട്ടോ. അങ്ങനെ മഴയത്തൂടെ അങ്ങനെ കാറിൽ കയറി ആദർശ് വീട്ടിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ആദർശ് ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഇച്ചിരി നനയുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് വരുമ്പോഴേക്കും ഫയൽ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് വീണ്ടും കാറിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫയൽ എടുത്ത് തിരികെ വരുന്ന ആദർശ് നന്നായിട്ട് നനഞ്ഞു കുളിച്ചാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നയന അടുത്തേക്ക് വരികയാണ്. നനഞ്ഞു കുളിച്ച് കയറുമ്പോഴേക്കും ദേവ്യാനി ചോദിക്കേണ്ടത്, എന്താടാ നീ ഇത്ര നനഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയ താമസമായുള്ളമേ, പക്ഷെ മൊത്തം നനഞ്ഞു പോയി എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശിട്ടാ മുഴുവൻ നനഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് നയനെ ഓടി വന്നിട്ട് അവളുടെ സാരി തലപ്പെടുത്തിട്ട് ദേവേനെ നിൽക്കുന്ന പോലെ ശ്രദ്ധിക്കാതെ ആദർശം തലമുടിയിൽ ഇങ്ങനെ തോത്ത് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും ദേവേനയ്ക്ക് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവളിങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു പ്രണയത്തോടുകൂടി. അപ്പോൾ ഇതെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. നയന നന്നായിട്ട് തോർത്ത് കൊടുക്കുന്നുണ്ട് സാരി തലപ്പം കൊണ്ട്. പെട്ടെന്നാണ് ദേവയാനി നയന മതി ഇവിടെ തോർത്തൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. പെട്ടെന്ന് നയന സ്ഥലകാല ബോധം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അതിനിപ്പോൾ എന്താ ദേവയാനി കുഴപ്പം? സ്നേഹമുള്ള ഭാര്യമാരാ ഭർത്തക്കന്മാർ നനഞ്ഞു കയറി വരുമ്പം അവരുടെ സാരത്തലിപ്പുകൊണ്ട് അവർ തലമുടി തോർത്ത് കൊടുക്കുന്നത് അതൊക്കെ ഒരു സ്നേഹബന്ധം അല്ലേന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് കയറി. അപ്പോഴേക്കും ജാനകി നായനോട് പറയണം, മോളോട്ട് കയറി ചെന്നെന്ന് പറഞ്ഞു വിടുന്നു. അപ്പോഴേക്കും അതെന്തിനാ ജാനകി ഇപ്പോൾ കോഫി എടുക്കാനുള്ള സമയമായില്ലേ, അവളൊന്ന് കോഫി എടുക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ്, ജാനകി ഉണ്ടല്ലോ അവിടെ ദേവയാനി, പിന്നെ നീയും കൂടെ ചെന്ന് സഹായിക്കും അവളെ കോഫി എടുക്കാണെന്ന് പറയുമ്പോൾ ദേവേനെ ഒന്ന് ചമ്മി നിൽക്കുകയാണ്. കാണാൻ ദേവേനെ അടുക്കളയിലോട്ട് കയറുന്ന പരിപാടി ഇല്ലല്ലോ, എല്ലാവരും ഭരിപ്പിക്കാൻ മാത്രമല്ലേ ദേവേനിക്കാവുള്ളൂ. അങ്ങനെ ദേവേനെ അടുക്കളയിലേക്ക് നേരെ നിവൃത്തിയില്ലാതെ കയറി പോകുന്നുണ്ട്. ഈ സമയം നയന ആദർശിനോടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആദർശ് നയനെ കയറി പാടെ മുറി ഇങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നയനെ ഞാൻ തോർത്ത് തരാമെന്ന് പറയുമ്പം ആദർശ് കടലിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ നയനെ തോർത്തുകൊണ്ട് ഇങ്ങനെ ആദർശിന് തല ഇങ്ങനെ തോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഇങ്ങനെ ആദർശിന് രണ്ട് കൈയും നയനയുടെ ഇടുപ്പിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നയന ഇങ്ങനെ മാറിപ്പോവാണ്. അയ്യോ സോറി ഞാൻ പെട്ടെന്ന് അറിയാതെ എന്ന് പറയുമ്പോഴേക്കും അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ തോർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, ആദർശേട്ടാ പെട്ടെന്ന് ഡ്രസ്സ് മാറട്ടാ കോഫി കുടിക്കാമെന്ന് പറയുന്നു. അങ്ങനെ നയന തോർത്ത് കൊടുത്തതിന് ശേഷം നയന റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ആദർശ് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. അപ്പോഴേക്ക് ആദർശിൻ്റെ കണ്ണാടി നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ഇപ്പം ഇത്ര മാറ്റം എന്നിങ്ങനെ മനസ്സാക്ഷിയോട് ചോദിക്കുന്നുണ്ട്. മനസ്സാക്ഷി പറയാണ്. അപ്പം ആദർശ് പറഞ്ഞു, എനിക്കൊരു മാറ്റമില്ലല്ലോ. അപ്പോഴേക്കും മനസ്സാക്ഷി പറയണം, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്,
നിനക്കിപ്പോൾ നയനോടുള്ള പ്രണയമൊക്കെ മനസ്സിലാവുന്നുണ്ട്, അതങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണ ഇല്ലില്ല, തുറന്നു പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ അമ്മ അറിഞ്ഞാൽ പിന്നെ അത് മതി, അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തോളാം, സ്നേഹിക്കില്ല എന്ന്. എന്നിട്ട് നീ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ ചോദിക്കുമ്പം അതൊക്കെ പിന്നെ മനുഷ്യനല്ലേ സംഭവിച്ചു പോകും, അവളെ കാണുമ്പം ഇപ്പം എനിക്കൊരു കൺട്രോളും കിട്ടുന്നില്ല, അതുപോലെ ആവുകയാണിപ്പോൾ. അവളെൻ്റെ തലമുടിയൊക്കെ തോർത്തുന്നപ്പം അവളെന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പോലെ തോന്നിയായിരുന്നു എനിക്ക്, പക്ഷേങ്കിൽ പെട്ടെന്ന് അവൾ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ്. അത് മാത്രമല്ല അമ്മ എങ്ങാനും അറിഞ്ഞ പിന്നെ അത് മതി സീനാവാൻ, അതുകൊണ്ടാണെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും മനസാക്ഷി ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ലേ, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് നീ അമ്മ എന്തിനും പറഞ്ഞു പേടിച്ചിട്ടാണോ ഭാര്യയിൽ നിന്നും അകന്ന് നിൽക്കുന്നത്? ഇതൊക്കെ നിൻ്റെ അവകാശമല്ലേ, നീ വിവാഹം കഴിഞ്ഞൊരു പുരുഷനല്ലേ, അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാനുള്ള അവകാശവുമുണ്ട്, അതിന് അമ്മ എന്തിനും നോക്കുമെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ഇല്ലില്ല, എൻ്റെ അമ്മയെ ഉറപ്പിച്ചിട്ട് ഒരു കാര്യം ചെയ്യില്ല, എനിക്കത് പേടിയാണെന്ന് പറയണം. അപ്പോഴേക്കും ആ മനസാക്ഷി പറയാണ്, എങ്കിലും ശരി, നിൻ്റെ പ്രണയമൊക്കെ നീ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടന്നോ, അവസാനം നിന്നെ വിട്ടിട്ട് നയനെ പോകും, അപ്പോഴേ നീ പഠിക്കുള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയാണ്, ഇല്ലില്ല, അവൾ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, അത്രയ്ക്കും അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പം ആദർശിനോട് മനസാക്ഷി പറയാണ്, ആ ഇഷ്ടം നീ മുതലെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ആ പാവത്തിനെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുമോ, അവൾക്ക് നിന്നോട് എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്ക് അറിയാമല്ലോ, എങ്കിൽ പിന്നെ അവൾക്ക് നീ ആ സ്നേഹം അങ്ങ് തുറന്നു കൊടുത്തോടെ, അവൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നൽകിക്കൂടെ, അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അതിനൊന്നും സമയമായിട്ടില്ല, എൻ്റെ മുത്തശ്ശനോട് ടൈപ്പ് ഇതൊക്കെ കാണിക്കുന്നത്, എൻ്റെ അമ്മയുടെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും നയനെ കയറ്റണം, അമ്മയ്ക്ക് നയനെ ഇഷ്ടമാണ്, അതിനുശേഷമുള്ള അവളുടെ കൂടെയുള്ള ദാമ്പത്യ ജീവിതം എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അതുവരെ അവൾ എൻ്റെ കൂടെ ഈ മുറിയിൽ തന്നെ ഉണ്ടല്ലോ, അതുതന്നെ എനിക്ക് വലിയൊരു ആശ്വാസമാണ് എന്ന് ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ ഒരുങ്ങി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാണ്. അപ്പോഴേക്കും നയനയ്ക്ക് ആ ഒരു ഫീലിൽ നിന്ന് നയനെ വിട്ട് മാറിയിട്ടില്ല. ആദർശ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടുപ്പിൽ പിടിച്ചത് നയനയ്ക്കത് വല്ലാത്തൊരു ഫീലായിട്ടുണ്ടായിരുന്നു. നയന ഇങ്ങനെ കോഫി കൊണ്ട് ആദർശിട്ട കോഫി എന്ന് പറയുന്നിട്ട് മുഖത്തോട് പോലും നോക്കുന്നില്ല കേട്ടോ. അപ്പം ആദർശ് ഇനി കോഫി മേടിക്കുന്നുണ്ട്. എന്നിട്ട് നയനയും പോയിട്ട് നയന അടുക്കളയിലേക്ക് ഇങ്ങനെ മാറി നിന്ന് കോഫി കുടിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് ടേബിളിലും സെറ്റിലൊക്കെ ആയിട്ടിരിക്കുമ്പം ആദർശിനൊരു സെറ്റിൽ പോയി ഇരുന്നിട്ട് നയന ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ച് വിളിക്കുന്നുണ്ട്. അപ്പം നയന ആദർശിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ദേവയാനി ജലചിത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നീ എൻ്റെ അരികിൽ നിന്ന് ചായ കുടിക്കുന്നു പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, നീ എന്താ എൻ്റെ മുഖത്ത് നോക്കാതെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആദർശേട്ടാന്ന് പറയുന്നു. അത് ഞാൻ പെട്ടെന്നൊരു ഇതിൽ അറിയാതെ ചെയ്തു പോയതാ, സോറി എന്ന് പറയുമ്പോൾ നയന പറയാണ്, അതൊന്നും സാരമില്ല, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, അതിനെന്താ കുഴപ്പം, പെട്ടെന്ന് അങ്ങനെ ഇതായപ്പം എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നേ ഉള്ളൂ, അതൊന്നും സാരമില്ല, പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, എൻ്റെ ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, പക്ഷേങ്കിൽ ഇതൊരിക്കൽ അഭിനയമാണെന്നെങ്ങാനും അറിഞ്ഞാൽ ഞാൻ തകർന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഇവളിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഇനി ഇവളെങ്ങാണ്ട് സത്യം അറിഞ്ഞ് കാണുമോ എന്ന് ആദർശ് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവയാനിയോട് ചേർച്ച് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്കിയെടുത്തി രണ്ടുപേരുടെ റൊമാൻസ് കണ്ടില്ലേ, ചേർന്നിരുന്ന് ഒരേ സെറ്റിൽ നിന്ന് ചായ കുടിക്കുന്ന കണ്ടില്ലേ, അത്രയും കണ്ട അവരുടെ റൊമാൻസ്, ചേച്ചിയെ വെറുതെ അവൻ ഫൂളാക്കുകയാണെന്നൊക്കെ പറയുന്നു. ദേവയാനി പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കുമോ, എന്നെ ഇങ്ങനെ എരിവിൽ കയറി നീ എന്തിനെ പുറകെ നടക്കുന്നേ, നിനക്ക് അവിടെ കാണാൻ പോയെന്ന് കൂടി ചായ കുടിക്കത്തില്ലെന്ന് ചോദിച്ച് ദേവയാനി ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവിടുന്ന് ജലജ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഇങ്ങനെ നയനയുടെ കണ്ണിൽ നിന്ന് നോക്കിയിരിക്കുകയാണ്. നയനയും ആദർശിൻ്റെ കണ്ണുകളിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടുന്ന് ചായ കുടിക്കുന്ന എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ജാനകി പറയണം, മതി ഹാളിൽ നിന്നുള്ള റൊമാൻസൊക്കെ ഇവിടെ കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ഉള്ളതാണ്, മര്യാദയ്ക്ക് രണ്ടും റൂമിൽ പോയി റൊമാൻസ് അടിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ജാനകി കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാനിരിക്കുന്ന എപ്പിസോഡ്സിനൊക്കെ റിവ്യൂ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.